പിടിപ്പത് പണിയാണ് ഇക്കാലത്ത് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്. ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് തൊട്ടതെല്ലാം പണിയാണ്. ഒരു ഭാഗത്ത് ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, മറുഭാഗത്ത് ഒരു കണ്ണ് ഇസ്രയേലിലുമുണ്ട്. പിന്നെ ഇതിനപ്പുറമാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ സമരം. അതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാതോർത്തിരിക്കുന്നത് ട്രംപ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ വേണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ എത്ര ഡ്രോണുകൾ റഷ്യയിലേക്ക് അയച്ച് ആക്രമണം നടത്തിയെന്ന് കണക്കെടുക്കുവാനും. അങ്ങനെ പിടിപ്പത് പണിയാണ് ട്രംപിന്. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ ചങ്ങാതിമാരാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന് ന്യൂയോർക്കിലേക്ക് കടക്കാൻ ഒരു മാർഗവുമില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്, പക്ഷേ ന്യൂയോർക്കിൽ സ്ഥിതി വേറെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലെടുത്ത് കുത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ ഫെഡറൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയാണെന്നും ന്യൂയോർക്ക് നഗരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിലും സ്വാഗതമരുളില്ലെന്നും ന്യൂയോർക്ക് മേയർ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ നഗര ഭരണകൂടത്തിന് സ്വതന്ത്രമായ നിയമപരമായ അധികാരമില്ലെന്ന് മംദാനി സമ്മതിക്കുന്നു. പിന്നെ എന്തിനാണ് മംദാനി നെതന്യാഹുവിനെ ഇങ്ങനെ തടയുന്നത്? ഫെഡറൽ സർക്കാർ ICCയിൽ ചേരണം, ഈ വാറണ്ട് നടപ്പാക്കണം. ഇതാണ് മംദാനിയുടെ ഇപ്പോഴത്തെ ആവശ്യം. വരുന്ന സെപ്റ്റംബറിൽ UN പൊതുസഭ നടക്കുക ന്യൂയോർക്കിലാകും. ഇതിൽ പങ്കെടുക്കാൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലെടുത്ത് കുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ന്യൂയോർക്ക് മേയർ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങി വെച്ചു കഴിഞ്ഞു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ നെതന്യാഹുവിനൊപ്പമാണ്. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെ ഏത് നഗരത്തിലെത്തിയാലും ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ കല്ലേ പിളർക്കുന്ന ഉത്തരവ്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാനുഷിക സഹായങ്ങൾ തടഞ്ഞുകൊണ്ട് പട്ടിണിയെ ഒരു യുദ്ധതന്ത്രമായി ഉപയോഗിച്ചു, സിവിലിയന്മാരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചു. ഇതൊക്കെ കാട്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യം ഈ ആരോപണങ്ങളൊക്കെ അങ്ങ് നിഷേധിച്ചു. മംദാനി എന്ന ന്യൂയോർക്ക് മേയറുടെ പ്രസ്താവനയ്ക്കെതിരെ UN-ലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനോൺ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. മംദാനി ഹമാസിൻ്റെ പ്രചാരകനാണെന്നും ന്യൂയോർക്ക് നിവാസികൾക്ക് വേണ്ടിയുള്ള ജോലി ചെയ്യുകയാണ് ആദ്യം മംദാനി ചെയ്യേണ്ടതെന്നും ഡാനി ഡാനോൺ വിമർശിക്കുന്നു. പക്ഷേ മംദാനിയാകട്ടെ സെപ്റ്റംബറിൽ ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് കാലെടുത്ത് കുത്തിയാൽ എങ്ങനെ അറസ്റ്റ് ചെയ്യും, എന്ത് നടപടിയെടുക്കും, എങ്ങനെ തടയും എന്നതിനെക്കുറിച്ച് ന്യൂയോർക്ക് നഗരത്തിലെ നിയമവിഭാഗവുമായി ചർച്ചകൾ തുടങ്ങി വെച്ചു കഴിഞ്ഞു. പക്ഷേ തുടക്കത്തിലെ തന്നെ മംദാനി ന്യൂയോർക്ക് മേയറെ തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രംപിൻ്റെ അനുഗ്രഹത്തോടെയല്ല, ട്രംപിൻ്റെ എതിർ പാർട്ടിക്കാരനാണ്. ട്രംപിൻ്റെ രൂക്ഷ വിമർശനത്തെ അതിജീവിച്ചാണ് മംദാനി കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ശക്തമായി നിലകൊള്ളുമെന്ന് ഉറപ്പ്. വേണമെങ്കിൽ ഫെഡറൽ സേനയെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ ഇറക്കിയിരിക്കും. പക്ഷേ എന്ത് വന്നാലും മംദാനി എന്ന ന്യൂയോർക്ക് മേയറെ കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സമ്മതിക്കില്ലെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഒരിത്. ട്രംപ് അത് നടപ്പാക്കി കാട്ടുമെന്ന ഉറപ്പിലാണ് ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന സെപ്റ്റംബറിൽ UN പൊതുസഭയിൽ പങ്കെടുക്കാനായിട്ട് ന്യൂയോർക്ക് നഗരത്തിലേക്ക് എത്തുക. അതേസമയം തുടർച്ചയായ 12ാം രാത്രിയിലും ഇറാനിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. ബുഷഹർ ആണവ നിലയത്തിന് സമീപമുള്ള പവർ സ്റ്റേഷന് നേരെയും അമേരിക്കൻ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാൻ്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തച്ച് തകർക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള ഭീഷണി. ഇറാൻ്റെ നയം കണ്ണിന് കണ്ണ് എന്നുള്ളതാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ തിരിച്ചടിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് അമേരിക്കയ്ക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയുടെ 12ാം റൗണ്ട് ആക്രമണത്തിൽ തെക്കൻ ഇറാനിൽ ഇറാഖ് അതിർത്തിയായ ഷലാം ഷെയിൽ ഉഗ്ര സ്ഫോടനം നടന്നു. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ 2 പേർ മരിച്ചെന്നും 11 പേർക്ക് പരിക്കേറ്റെന്നുമാണ് വിശദീകരണം. ഹോർമൂസിൽ 3 കപ്പലുകൾ മുന്നറിയിപ്പ് മറികടന്നു പോകാൻ ശ്രമിച്ചെന്നാണ് ഇറാൻ്റെ നിലപാട്. ഒരു കപ്പലിൽ സ്ഫോടനമുണ്ടായെന്നും ബാക്കിയുള്ളവർ പിൻവാങ്ങിയെന്നും ഇറാൻ സേന കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദാനിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങി.
ബാബ അൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചുവെന്നാണ് ഹൂത്തികളുടെ അവകാശവാദം. എൻസലിയ, ലൈല എന്ന കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഞങ്ങൾക്കില്ലെങ്കിൽ ആർക്കുമൊന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാൻ അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങളിൽ ആയിരിക്കുമെന്നും ആ മേഖലയിലെ രാജ്യങ്ങളും ഇരുട്ടിലാകുമെന്നും ഇറാൻ്റെ എതിർ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. എന്തായാലും 12ാം ദിനത്തിലും ഇറാൻ അമേരിക്ക സംഘർഷം കടുത്തു തന്നെ തുടരുകയാണ്.